എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 69 ശ്ലോകം 38 മുതൽ 45 വരെ 8 ശ്ലോകങ്ങൾ. ഈ 8 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 69ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. അത്ഭുതപ്പെട്ട് ഭഗവാന്റെ ഈ മായാവൈഭവം കണ്ടിട്ട് നാരദ മഹർഷി ഭഗവാനോട് പറയണു, അവിടുത്തെ ഈ മായ എന്തൊരു അത്ഭുതം! അങ്ങയുടെ ഭക്തന്മാരായിട്ടുള്ള ഞങ്ങള് ഈ മായാശക്തികളെ അറിയുന്നുണ്ട് എങ്കിലും മറ്റുള്ള ജനങ്ങളെ പോലെ ഞങ്ങളെ മോഹിപ്പിക്കണില്ല. അതാണ് പറയുന്നത്. ഭഗവാന്റെ അത്രയും ഭക്തരായതുകൊണ്ട് മായ ഞങ്ങളെ മോഹിപ്പിക്കാതിരിക്കുകയായിരിക്കും എന്ന് വിചാരിക്കണമെന്ന് പറയണു നാരദ മഹർഷി. എത്രയോ വളരെ ഭക്തിയോടുകൂടി ഭഗവാന്റെ പാദങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരെ ഈ മായ അധികം ബാധിക്കില്ല. അതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ വിദാമയോഗമായാസ്തേ ദുർദർശ അഭിമായിനാം യോഗേശ്വരാത്മൻ നിർഭാദ ഭവൽപാദ സേവയ. അടുത്ത വർഷം പറയണു, ഹേ യോഗേശ്വര, മായികളായിരിക്കുന്ന ബ്രഹ്മാദികൾക്കും കാണാൻ കഴിയാത്ത അവിടുത്തെ യോഗമായ ശക്തികളെ അങ്ങയുടെ പാദസേവാ വൈഭവത്താൽ ഞങ്ങൾ അറിയണം. പാദസേവകരായ ഞങ്ങള് അവിടുത്തെ മായാശക്തികളെ മാത്രം അറിയുന്നതല്ലാതെ പരമാർത്ഥ സ്വരൂപത്തെ അറിയുന്നില്ല. മായാശക്തികളെങ്കിലും ഞങ്ങളെ അറിയുന്നത് കൊണ്ട് ആ ശക്തി മറ്റുള്ള ജനങ്ങളെ എന്ന പോലെ ഞങ്ങളെ മോഹിപ്പിക്കില്ല. നിന്തിരുവടിയുടെ പാദസേവകരാണെന്നുള്ള ആ ഭക്തി മായാശക്തിക്ക് ഞങ്ങളെ കുറിച്ച് ഉള്ളത് കൊണ്ട് അങ്ങനെ മോഹിപ്പിക്കാതിരിക്കണതാണെന്ന് ഞങ്ങൾ വിചാരിക്കണം. അതാണ് നാരദ മഹർഷി പറഞ്ഞതിന്റെ സാരം. അനുജാനീഹി മാം ദേവ ലോകാംസ്തേ യശസാപ്ലുതാൻ പര്യടാമി തവോൽക്കായൻ ലീലാം ഭുവനപാവനി. മനുഷ്യസ്വരൂപം എടുത്ത് ലോകങ്ങളെ മോഹിപ്പിക്കുന്ന അങ്ങയുടെ ഈ നാട്യം എന്നെ മോഹിപ്പിക്കുന്നു ഭഗവാൻ. ഹേ ദേവ, എന്നെ അനുജ്ഞ ചെയ്താലും എന്നെ അനുഗ്രഹിച്ചാലും നിന്തിരുവടിയുടെ കീർത്തി ഈ ലോകത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും കേൾക്കുന്നവരെയും ഗാനം ചെയ്യുന്നവരെയും ഒരുപോലെ പരിശുദ്ധമാക്കി തീർക്കുന്ന അങ്ങയുടെ ഈ ചരിത്രം ഇങ്ങനെ ഗാനം ചെയ്തുകൊണ്ട് ഞാൻ 4 ഭാഗത്തും സഞ്ചരിച്ചു കൊള്ളാം. ആണ് ഈ ലോകത്തിന് മുഴുവൻ അങ്ങയുടെ ഈ ഗുണഗണങ്ങള്, അങ്ങയുടെ ഈ ചരിത്രം ഇങ്ങനെ ഗാനം ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ സഞ്ചരിക്കും. അതിനെനിക്ക് അനുജ്ഞ തന്നാലും എന്ന് പറയണം നാരദ മഹർഷി. ശ്രീ ഭഗവാൻ ഉവാച ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കർത്താ തദനുമോദിത തച്ഛിക്ഷയൻ ലോകമിമമാസ്ഥിതത്ര മാഖിത. ഭഗവാൻ പറഞ്ഞു, എങ്ങും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മമായ എന്റെ തത്വത്തെ അറിയുന്നവനെ. നാരദ മഹർഷി അറിഞ്ഞിട്ടുണ്ടെന്ന് ഭഗവാൻ അറിയാലോ. അതാണ് അങ്ങനെ എന്റെ തത്വത്തെ അറിയുന്നവനെ ഞാൻ ധർമ്മത്തെ ഉപദേശിച്ചു തരാം അങ്ങക്ക്. ധർമ്മത്തെ നടത്തുന്നു, ധർമ്മം നടത്തുന്നവരെ കുറിച്ച് സന്തോഷിക്കുന്നു. ഈ ലോകം ധർമ്മമാർഗത്തിൽ നിന്ന് തെറ്റാതിരിക്കാനായി ഗൃഹസ്ഥാശ്രമത്തെ അഭ്യസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മഹാഗൃഹസ്ഥനായി ആ ധർമ്മം ഞാൻ നടത്തുന്നു. അത്രേ ഉള്ളൂ ഹേ മകനെ. പക്ഷേ നീ അത് കണ്ട് മോഹിക്കരുത്. ശ്രീശുക ഉവാച ഇത്യാചരന്തം സദ്ധർമാൻ പാവനാൻ ഗൃഹമേധിനാം തമേവ സർവഗേഹേഷു സന്തമേകം ദദർശഃ. നാരദൻ കണ്ട ആ ശ്രീകൃഷ്ണലീല ഉപസംഹരിക്കുകയാണ് ഇവിടെ. ഇപ്രകാരം ഗൃഹസ്ഥാശ്രമത്തിലെ പരിശുദ്ധങ്ങളായ ശോഭന കർമ്മങ്ങൾ ഒരുവൻ തന്നെ വെവ്വേറെ മൂർത്തികൾ ധരിച്ച് ഗൃഹധർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത് നാരദ മഹർഷി കണ്ട് വളരെ ആശ്ചര്യപ്പെട്ടു. കൃഷ്ണസ്യ അനന്തവീര്യസ്യ യോഗമായാ മഹോദയം
മുഹുർദൃഷ്ട്വാ ഋഷിരഭൂത് വിസ്മിതോ ജാതകൗതുക. ആർക്കും നിശ്ചയിക്കാൻ കഴിയാത്ത മഹാവീര്യത്തോടുകൂടിയ ശ്രീകൃഷ്ണന്റെ അചിന്ത്യമായ ശക്തിവിശേഷം കണ്ട് കൗതുകത്തോടുകൂടിയ ആ ശ്രീനാരദ ഋഷി വളരെ ആശ്ചര്യപ്പെട്ടു. കൃഷ്ണേന ഇത്യർത്ഥ കാമധർമ്മേഷു കൃഷ്ണേന ശ്രദ്ധിതാത്മനാ സമ്യക് സഭാജിത പ്രീത തമേവ അനുസ്മരൻ യയൗ. ഇപ്രകാരം അർത്ഥം സമ്പാദിക്കുന്നതിലും വിഷയഭോഗങ്ങൾ അനുഭവിക്കുന്നതിലും ധർമ്മം അനുഷ്ഠിക്കുന്നതിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനാൽ വേണ്ട വിധം സൽക്കരിക്കപ്പെട്ടും പരമപ്രീതിയോടുകൂടിയും ഇരിക്കുന്ന ശ്രീനാരദ മഹർഷി ആ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ആ വീണമേട്ടി അവിടെ നിന്നും പോയി. ഏവം മനുഷ്യവദവീം അനുവർത്തമാനോ നാരായണോ അഖില ഭവായ ഗൃഹീതശക്തി രേമേംഗ ഷോഡജ സഹസ്രവരാംഗനാനാം സവ്രീഡ സൗഹൃദ നിരീക്ഷണ ഹാസജുഷ്ട. അങ്ങനെ ശ്രീ സുഖബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനോട് പറയണം, ഹേ പൂജ്യ, ഈ രഹസ്യലീല ശ്രവിക്കാൻ അങ്ങ് തന്നെയാണ് അധികാരി. അങ്ങക്കാണിത് ഏറ്റവും, അങ്ങാണിത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങാണ് ഈ ലീല ശ്രവിക്കാൻ ഏറ്റവും അധികാരി അങ്ങ് തന്നെയാണെന്ന്. ഇപ്രകാരം മനുഷ്യരീതി അനുസരിച്ചിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണൻ ലോകത്തിലുള്ള സകല ജനങ്ങളെയും അനുഗ്രഹിക്കാൻ വേണ്ടി നാനാവിധ ശക്തികൾ സ്വീകരിച്ച് 16,000 ഉത്കൃഷ്ട സ്ത്രീകളോടുകൂടി ബഹുവിധ ലീലകൾ ചെയ്തും അവർ ലജ്ജയോടും സ്നേഹത്തോടും കൂടി ചെയ്യുന്ന കടാക്ഷാദി ലീലകൾ അനുഭവിച്ചുകൊണ്ടും ഇരുന്നു. യാനീഹ വിശ്വവിലയോത്ഭവ വൃത്തിഹേതു കർമാണി അനന്യ വിഷയാണി ഹരിശ്ചകാര യസ്ത്വംഗ ഗായതി ശൃണോതി അനുമോദദേവ ഭക്തിർഭവേൽ ഭഗവതി അപവർഗമാർഗേ. ശ്രീ ശിവബ്രഹ്മർഷി പറയണു, ഹേ പൂജ്യ, ഈ ചരാചരങ്ങളെയും സൃഷ്ടിച്ച് രക്ഷിച്ചു സംഹരിക്കുന്ന ആദിമൂർത്തിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അന്യർക്കു കഴിയാത്തതും ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി നിശ്ചയിച്ചതുമായ യാതൊരു കർമ്മങ്ങൾ ചെയ്തുവോ ആ ലീലകൾ കീർത്തിക്കുന്നവനും കേൾക്കുന്നവനും കീർത്തന ശ്രവണാദികളെ അനുമോദിക്കുന്നവനും മോക്ഷസ്ഥാനഭൂതനായ ശ്രീഹരിയിൽ ഭക്തിയുണ്ടാകും. ആരൊക്കെയാണ് അത് കേൾക്കണതെന്ന് മാത്രമല്ല കേൾപ്പിക്കുന്നതും അതിനെ ഒന്ന് അനുമോദിച്ചാൽ മതി, അവർക്ക് എല്ലാവർക്കും ഭഗവാനിൽ ഭക്തിയുണ്ടാവും. മാത്രല്ല മോക്ഷവും സിദ്ധിക്കും എന്നതാ ഫലശ്രുതി പറയണു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ കൃഷ്ണഗാർഹസ്ഥ്യ ദർശനം നാമ ഏകോനസപ്തതിതമോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 69ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.